ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓൾറെഡി നമ്മുടെ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 2-3 എക്സാമുകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ട്. എക്സാം ഒക്കെ ഈസി ആണെന്ന് നമ്മുടെ സ്റ്റുഡൻസ് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എന്നിരുന്നാലും പുറമെയുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ചില സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ബൈ ചാൻസ് ഇപ്പോൾ ഇത്തവണ എക്സാം എഴുതാൻ പറ്റിയില്ല, എക്സാം രജിസ്റ്റർ ചെയ്തു എഴുതിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ എക്സാം പാസ്സായില്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ്, എന്താണ് അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അവർക്കൊരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഇനി ഒട്ടും വൈകിക്കേണ്ട, ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എക്സാം എഴുതി അല്ലെങ്കിൽ എക്സാം രജിസ്റ്റർ ചെയ്തിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് പല ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, വിചാരിച്ച സമയത്ത് നാട്ടിലെത്താൻ പറ്റാത്ത ഇഷ്യൂ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഇഷ്യൂവിൻ്റെ പുറത്ത് നമുക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എഴുതിയ എക്സാം നമ്മൾ തോറ്റുപോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ജൂൺ ജൂലൈ എക്സാം ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു വർഷം ഇഗ്നു യൂണിവേഴ്സിറ്റിക്ക് 2 ഇൻടേക്ക് ആണ് ഉള്ളത്. ഡിസംബർ ജാനുവരി ഇൻടേക്കും അതുപോലെ ജൂൺ ജൂലൈ ഇൻടേക്കും ആണ് വരുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഡിസംബർ ജാനുവരിയിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സാം ടൈമിൽ നമ്മൾ ഏതൊക്കെ എക്സാമുകളാണ് മിസ് ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെ എക്സാമുകളാണ് നമുക്ക് പാസ്സാവാൻ പറ്റാതെ വന്നത്, അങ്ങനെയുള്ള എക്സാം ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് ഡിസംബർ ജാനുവരി മാസത്തിലാണ്. അപ്പോൾ ആ സമയത്ത് വരുന്ന എക്സാം കറക്റ്റായിട്ട് നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ്റെ സമയത്ത് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ആ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും എക്സാം രജിസ്റ്റർ ചെയ്തു എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് മിസ്സായി പോയതിൻ്റെ പുറത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇനിയും ഓപ്ഷൻസ് ഇഗ്നു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ഓപ്ഷനായിട്ട് ആരും കാണരുത്. മാക്സിമം അതത് അക്കാദമിക് ഇയറിൽ തന്നെ നിങ്ങളുടെ എല്ലാ എക്സാമുകളും രജിസ്റ്റർ ചെയ്ത് കൃത്യമായിട്ട് എഴുതി പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവില്ല. കറക്റ്റ് ഇൻടേക്കിൽ അല്ലെങ്കിൽ കറക്റ്റ് രജിസ്ട്രേഷൻ കറക്റ്റായിട്ട് ചെയ്തു പോയിട്ട് നിങ്ങൾ അതത് സമയത്ത് എക്സാം കംപ്ലീറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ ഒരുമിച്ച് എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അവർക്കെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് ഇയറിൽ ഓൾമോസ്റ്റ് 8 പേപ്പർ ഉണ്ട്, സെക്കൻഡ് ഇയറിൽ ഓൾമോസ്റ്റ് ഒരു 10 പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊരു 18 പേപ്പർ എഴുതാന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ കറക്റ്റ് അതത് സമയത്ത് തന്നെ അതത് പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഡിസംബറിൽ എക്സാം എഴുതണമെങ്കിൽ അതിന് മുൻപ് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത സംശയം. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റഡി സെന്റേഴ്സും നെക്സ്റ്റ് ഡിസംബറിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അത് ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും വിഷയം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയം എഴുതാത്തതുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് എക്സാം രജിസ്റ്റർ ചെയ്തിട്ട് ആ സമയത്ത് കറക്റ്റായിട്ട് പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതി പാസ്സാവാൻ നിങ്ങൾ ശ്രമിക്കണം. ഇത്തരം കാര്യങ്ങളാണ് എക്സാം എന്തെങ്കിലും കാരണം കൊണ്ട് എഴുതിയില്ല, അല്ലെങ്കിൽ എക്സാം പാസ്സായില്ല, അങ്ങനെയുള്ള സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇനിയുള്ള എക്സാം രജിസ്റ്റർ ചെയ്ത് കറക്റ്റായിട്ട് എക്സാം എഴുതിയാൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റുഡൻസ് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.